ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സുഹൃത്ത് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ വിളിച്ചപ്പം ഇന്ന ആവശ്യത്തിനാന്ന് പറഞ്ഞപ്പോൾ സ്നേഹപൂർവ്വം വരാം, ചെയ്യാം. നമുക്ക് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. സുകുമാരൻ, ഞാൻ ചെമ്പരത്തിയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നിർമാല്യത്തിലൂടെയാണ് അദ്ദേഹം വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു, വളരെയേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൂടുതലും ഗോപികുമാർ ഡയറക്റ്റ് ചെയ്ത പടങ്ങളിലാണ് അഭിനയിച്ചത്. കണ്ണുകൾ, ഇവളൊരു നാടോടി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. പിന്നെ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത അധികാരം, അങ്ങനെ കുറേ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. സുകുമാരനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എനിക്ക്. അദ്ദേഹം അശോകനഗറിലായിരുന്നു താമസിച്ചിരുന്നത്, മദുരാശിയിൽ. ഞാൻ KK നഗറിൽ, വളരെ അടുത്തടുത്താണ്. ഞാൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ടിൽ സുകുമാരനായിരുന്നു നായകൻ. നേരത്തെ ഞാൻ ആദ്യത്തെ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അതിലെ നായകൻ ഇൻ്റർവെല്ലിന് ശേഷമാണ് വരുന്നത്, ശ്രീ പ്രേംനസീർ. ഇതിലും അതുപോലെ സുകുമാരൻ വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. വളരെയധികം കോപ്പറേറ്റ് ചെയ്തു എനിക്ക് വേണ്ടി. എല്ലാ ദിവസവും വളരെ നേരത്തെ തന്നെ 6:15 ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ. ആ സമയത്ത് വളരെ നേരത്തെ എഴുന്നേറ്റ്, കാരണം അത് പൊതുവെ അങ്ങനെ ശീലമില്ലാത്തതാണ് സുകുമാരന്. പക്ഷേ എന്നിട്ടും വളരെ നേരത്തെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ട് 6:15 ഷോട്ട് അറ്റൻഡ് ചെയ്ത്, അങ്ങനെയൊക്കെ വളരെയധികം കോപ്പറേറ്റ് ചെയ്തു. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ സംസാരിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ച്, നമ്മൾ ആളെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, നമ്മളൊരു വ്യക്തിയെ പറ്റിയാണ് ഓർക്കുന്നത് സംസാരിക്കുന്നതെങ്കിൽ, എനിക്കൊക്കെ ഇപ്പം ഞാനത് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് നസീർ സാറിനെ കളറിൽ ഓർക്കാൻ പറ്റുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് അദ്ദേഹം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനുഷ്യനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് കളറിൽ ഓർക്കാൻ, കളർ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓർമ്മകളിൽ അങ്ങനെ പതിഞ്ഞിട്ടേ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. തിരിച്ച് ജോസേട്ടാ, ആ സമയത്തെ നിങ്ങളുടെ ഈ ലൊക്കേഷനിൽ, സിനിമ ലൊക്കേഷനുകളിൽ ഒരു വലിയ പ്രോട്ടോക്കോളുകളൊന്നും ഇല്ലാത്ത സമയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ഒരു ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ ഒരു ഷോട്ട് ചെയ്തു, ലൈറ്റപ്പ് ചെയ്തു, അടുത്ത സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് ഗ്യാപ്പുകളുണ്ട്, എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത്? ഓർമ്മ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു, കുടുംബം നമുക്ക് ശ്രീകോവിൽ. അതെ, ഹരിഹരൻ സാർ. അതെ, ഹരിഹരൻ സാറ് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുന്ന ഏത് വലിയ സ്റ്റുഡിയോയുടെ ഹാള്. വാഹിനി. ഞാനുണ്ട് അതിനകത്ത്. അപ്പോൾ ചേച്ചിയായിരുന്നു ജോഡി. അതെ, ഞാനും സുഹോട്ടനായിരുന്നു ജോഡി. അപ്പോൾ അതിൻ്റെ വർക്ക് ഞാൻ, ഹരിഹരൻ സാറിന് ആദ്യത്തെ പടം, എനിക്ക് കുറച്ച് പേടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറകിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. ഒരു ദിവസം നസീർ സാറ് ഷൂട്ടിങ്ങിൽ ഇതുപോലത്തെ ബ്രേക്കിൻ്റെ ഇടയിൽ, ഷോട്ട് ലൈറ്റ് ഇപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ മാറി നിൽക്കുമ്പോൾ സാർ എന്നെ വിളിച്ച് അടുത്തോട്ട് വരാൻ പറഞ്ഞു. എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. എന്നിട്ട് ഫാദർ എവിടെയാണ്? ഹൈക്കോർട്ടിലാണ്, എറണാകുളത്താണ്. എറണാകുളത്താണ്. അപ്പോൾ സാറ് വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുള്ളൂ. ഞാൻ പതുക്കെ പുറകോട്ട് മാറി പേടിച്ചിട്ട്. കാരണം ഞാൻ നിൽക്കുന്നത് പ്രേംനസീർ സാറിൻ്റെ കൂടെയാണ്. അപ്പം എനിക്ക് സാറിനോട് കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല. ഒരു നെർവസായിട്ട് ഞാനിങ്ങനെ. പക്ഷെ അന്ന് വൈകുന്നേരം ഈ ഷൂട്ടിംഗ് കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മളെ കൊണ്ട് കാറിൽ വിടുകയാണല്ലോ, കാറൊന്നുമില്ല. സാർ എന്നെ പിന്നെയും വിളിച്ച്, നസീർ സാർ പിന്നെയും വിളിച്ച് അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനൊന്ന് ചെറിയ ലോഡ്ജിലാണ് താമസിക്കുന്നത്, RK ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ. ഫസ്റ്റ് പടം അല്ലേ നസീർ സാറിന്റെ കൂടെയുള്ള ആദ്യത്തെ പടം? അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടല്ലോ ദ്വീപ്, ഫസ്റ്റ് പടം. അതാണ് ചോദിച്ചത്. പടം കുമാരൻ സാറിന്റെ കൂടെയും നസീർ സാറിന്റെ കൂടെയൊക്കെയുള്ള ഫസ്റ്റ് പടം അല്ലേ ഈ പറയുന്നത്? അതെ. അതാ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സാറ് രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്കൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ സാറെന്നോട് പറയാണ്, ലോഡ്ജിൽ ഞാൻ അയക്കാം, എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നിട്ട് സാറിൻ്റെ ആ പുത്തൻ മഞ്ഞ കളറിലൊരു ബെൻസ് കാറിനകത്ത്, എൻ്റെ അമ്മേ, 20 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ നമ്പർ.
നമ്മളിത് ദൂരെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. ബെൻസ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന മാതിരി, അതിനകത്തുനിന്ന് കയറിയിട്ടൊന്നുമില്ല. സാർ എന്നോട് പറഞ്ഞു, വാ നമുക്ക് വീട്ടിലോട്ട് പോവാം, എൻ്റെ മോനുണ്ട് അവിടെ, ഷാനു അവിടെയുണ്ട്, വീട്ടിലുണ്ട്, ഷാനു എന്നാണ് വിളിക്കുന്നത്, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ഈ ബെൻസ് കാരണത്ത് കയറാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എങ്ങനെ നെർവസ് ആകാതിരിക്കുന്ന. അങ്ങനെ സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈം സാറിൻ്റെ വീട് കണ്ടു, ഈ കാറിൽ പോയി ഇറങ്ങി. സാർ അപ്പം തന്നെ മോനെ വിളിച്ച് ഷാവൻ ഓടി വന്നു. എൻ്റെ പൊന്നെ, ഷാനു വളരെ ഫ്രണ്ട്ലി കേട്ടോ, വളരെ ഫ്രണ്ട്ലി ബോയ്. യു ആർ സ്റ്റഡിങ് ഇൻ ന്യൂ കോളേജ്. കറക്റ്റ്. സിദ്ധു ചേട്ടനിലോട്ട് ഒന്ന് ഞാൻ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര കൊല്ലമാണ് പിന്നെ കൂടെ ഉണ്ടായിരുന്നത്? സാറിൻ്റെ കൂടെ ആ. 2 വർഷം. സാറാണ് എന്നെ 7 ആർട്സിലേക്ക് പറഞ്ഞു വിട്ടത്. വിജയകുമാർ സാറിനോട് സംസാരിച്ചിട്ട് അവിടെ ജോലിക്ക് വാങ്ങിച്ചെന്ന്. അപ്പം ഞാൻ അവിടുന്ന് ഓരോ ഷൂട്ടിംഗ് 7 ആർട്സിൻ്റെ പടങ്ങളും മോനേട്ടൻ്റെ പടങ്ങളും കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിലേക്കല്ല പോകുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം നേരെ തിരുവനന്തപുരത്തേക്ക് വരിക. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ സാറുള്ള സമയമാണെങ്കിൽ ഒരു ചാരുകസേര ഉണ്ട് അവിടെ, ആകുമ്പോൾ സാർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനവിടെ ചെന്ന് പെട്ടിക്കോടെ വെച്ച് നിന്നിട്ട് സാറോട് അപ്പോൾ ഇന്നലെ പോകുന്ന കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പേടി പോലെ ഇങ്ങനെ മനസ്സിലുണ്ടാവും. അത് കഴിഞ്ഞാൽ സാറിൻ്റെ സംസാരം കഴിഞ്ഞ് നേരെ അകത്തേക്കാണ്. അപ്പോൾ അകത്ത് ചേച്ചി ഉണ്ടാവും, മക്കളൊക്കെ സ്കൂളിലായിരിക്കും. അങ്ങോട്ട് കടന്ന പിന്നെ ഭയങ്കര ഫ്രീ ആണ്, നമ്മുടെ വീട് പോലെയാണ്. സാറിൻ്റെ അവിടെ നിന്ന് ചാടി കിടന്ന് വേറെ എന്തോ ഒരു ലോകത്തെത്തിയ പോലെ. ഈ സിദ്ധുവേട്ടൻ അനുഭവിച്ച സുഖമുണ്ടല്ലോ ജോസേട്ടാ, ഈ ആ സുഖം ഞാനൊക്കെ സിനിമയിലുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം സിദ്ധുവേട്ടൻ സിനിമയിൽ തന്നെയാണ് എല്ലാവരെയും കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതൊരു വലിയ സുഖമാണ്. ആ വർത്താനം കാണുന്നതും ആ വർത്താനം കേൾക്കുന്നതും ഇവർ തമ്മിൽ പറയുന്നതൊക്കെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും ഒരു സാമി സാറ് വളരെ സീനിയറാണ്, മമ്മൂക്ക വളരെ സീനിയറാണ്. ഇവരൊക്കെ വർത്താനം പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ, ഒന്നാമത് എടാ പോടാന്ന് വിളിക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ. ഇവര് തമ്മിൽ ഒരാൾ രണ്ടുപേരും തമ്മിൽ എടാ എന്താ സുഖുവേട്ടൻ ഇടാന്ന് ജോഷി വിളിക്കുന്ന ഒറ്റയാൾ സുഖുവേട്ടനാ. പിന്നെ ടെക്നീഷ്യനായിട്ട് ഞാൻ വിളിക്കടാന്ന്, സുഖുവേട്ടൻ ഇടാന്ന് ജോഷി വിളിക്കുന്നു, ജോഷി തിരിച്ചിടാന്ന് വിളിക്കുള്ളൂ സുഖുവേട്ടൻ. ഇത് നമ്മൾ മൂന്നാമത് ഒരാൾ കേൾക്കുമ്പോഴേ നമുക്ക് ഒരാൾ ജോഷി സാറിന് എടാ എന്ന് വിളിക്കുന്നത് നമുക്ക് ആ വിഷ്വല് കിട്ടത്തില്ലല്ലോ. അതുപോലുണ്ട്. അനശ്വരനായ സുകുമാരൻ സാറിന്റെ നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ പുതിയൊരു അതിഥി എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറേ അധികം സമയം നമ്മളോടൊപ്പം ഉണ്ടാവുകയും നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നടൻ ശ്രീ ജോസ്, പ്രിയപ്പെട്ട SN സാമി സാർ, രണ്ടുപേരോടുമുള്ള ഓർമ്മയിലെന്നും ടീമിൻ്റെ ഹൃദയംഗമമായ നന്ദി ഈ സമയത്തിന് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് ജോസേട്ടാ.